യുഎസിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയിൽ തുടർച്ചയായ വർധനയെന്ന് ബാങ്ക് ഓഫ് ബറോഡയുടെ റിപ്പോർട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 77.5 ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തിയത്. 10.3% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 30 വർഷമായി കയറ്റുമതി രംഗത്തെ വളർച്ചാ നിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുകയാണെന്നും ഇത് ഇന്ത്യയുടെ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2000 സാമ്പത്തിക വർഷത്തിലെ മൊത്തം കയറ്റുമതിയേക്കാൾ കൂടുതലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേത് എന്ന് ശ്രദ്ധേയമാണ്. 2008 ആഗോള പ്രതിസന്ധി 2010 വരെ വളർച്ചയെ മന്ദഗതിയിലാക്കിയെങ്കിലും പിന്നീട് കയറ്റുമതി രംഗത്ത് ഇന്ത്യക്ക് മെച്ചപ്പെട്ട കാലമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വിശദമാക്കുന്നു. മൊത്തത്തിലുള്ള കയറ്റുമതി വളർച്ചയെ മറികടക്കുന്നതാണ് യുഎസിലെ കയറ്റുമതി വളർച്ച. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയേറുന്നതിന്റെ സൂചനയാണ്. 2024 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 18% യുഎസിലേക്കാണ്. അതേസമയം ആഗോള വിപണിയിൽ പ്രതിസന്ധിയും വെല്ലുവിളിയും നേരിടുമ്പോഴും ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ കയറ്റുമതിയിലും വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. യൂറോപ്യൻ യൂണിയൻ, യുഎസ്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ വിപണികളിൽ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോഴും ഇന്ത്യൻ വസ്ത്ര വ്യാപാര രംഗത്തെ കയറ്റുമതികൾ മുൻവർഷത്തെ അപേക്ഷിച്ച് 9.5% വർദ്ധിച്ചതായി കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. 2024 മെയ് മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം വസ്ത്ര വ്യാപാര മേഖലയിലെ സഞ്ചിത കയറ്റുമതി 9.70% CITI റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 68.29 ബില്യൺ ഡോളറിന്റെ കയറ്റുമതികളാണ് രാജ്യത്ത് നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കയറ്റുമതിയിൽ മുൻ വർഷങ്ങളെക്കാൾ വൻ വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നതെന്ന് വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളും സൂചിപ്പിക്കുന്നു. ഇതിനു പുറമെ ഇലക്ട്രോണിക് സാധനങ്ങൾ, മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ജൈവ വസ്തുക്കൾ, അജൈവ വസ്തുക്കൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ എന്നിവ കയറ്റുമതി ചെയ്യുന്നതിലും മുൻവർഷങ്ങളെക്കാൾ വർധനവ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാൽ ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മാംസം, ചായപ്പൊടി, കാപ്പിപ്പൊടി, ധാതുക്കൾ, പരവതാനികൾ, കരകൗശല വസ്തുക്കൾ, എണ്ണകൾ തുടങ്ങിയവയുടെ കയറ്റുമതിയിലും രാജ്യത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചുവെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ പ്രസിഡന്റ് അശ്വിനി കുമാർ പറഞ്ഞു. ഇതുകൂടാതെ രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലും വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. 2022-23 സാമ്പത്തിക വർഷത്തിൽ 63,969.14 കോടി രൂപയുടെ കയറ്റുമതിയാണ് നടന്നത്. ഈ കാലയളവിൽ 17,35,286 മെട്രിക് ടൺ സമുദ്ര മത്സ്യങ്ങൾ കയറ്റുമതി ചെയ്തു. ഏറ്റവും ഉയർന്ന കയറ്റുമതിയാണിത്. 2021-22 57,586.48 കോടി രൂപയുടെ 13,69,264 മെട്രിക് ടൺ മത്സ്യങ്ങളായിരുന്നു കയറ്റുമതി ചെയ്തിരുന്നത്. അളവടിസ്ഥാനത്തിൽ കയറ്റുമതി 26.73%, മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ 11.08% വർധന. അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ കയറ്റി അയച്ചത്. ശീതീകരിച്ച ചെമ്മീനായിരുന്നു ഏറ്റവും ഡിമാൻഡുള്ള സമുദ്രോൽപ്പന്നം. അമേരിക്കയിൽ പ്രതിസന്ധി ഉള്ളപ്പോഴും കയറ്റുമതിയിൽ കുതിച്ചുചാട്ടമാണ് ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണെന്ന് മറൈൻ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ അറിയിച്ചു. ആകെ കയറ്റുമതിയുടെ 40.98% ശീതീകരിച്ച ചെമ്മീനാണ്. 43,135.58 കോടി രൂപയുടെ ശീതീകരിച്ച ചെമ്മീൻ കഴിഞ്ഞ വർഷം കയറ്റുമതി നടത്തി. മൊത്തം ചെമ്മീൻ കയറ്റുമതി 7,11,099 മെട്രിക് ടൺ. അമേരിക്കയിലേക്ക് മാത്രം 2,75,662 മെട്രിക് ടൺ ചെമ്മീൻ കയറ്റുമതി ചെയ്തു. ചൈന, യൂറോപ്പ്, ദക്ഷിണ പൂർവേഷ്യ, ജപ്പാൻ, ഗൾഫ് രാജ്യങ്ങൾ എന്നീ രാജ്യങ്ങളാണ് ചെമ്മീൻ ഇറക്കുമതി ചെയ്തത്. കാരച്ചെമ്മീൻ കയറ്റുമതി 74.06% വർദ്ധിച്ചു. 256.71 കോടി രൂപ വരുന്ന 31,213 മെട്രിക് ടൺ കാരച്ചെമ്മീനാണ് കയറ്റുമതി ചെയ്തത്. വനാമി ചെമ്മീന്റെ കയറ്റുമതിയിൽ 8.11% ഇടിവുണ്ടായി. ആകെ കയറ്റുമതിയിൽ 21.24% ശീതീകരിച്ച മത്സ്യമാണ്. സുറുമി, അനലോഗ് എന്നിവയുടെ കയറ്റുമതിയിലും വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3,593.75 കോടി രൂപയുടെ ശീതീകരിച്ച കണവയുടെ കയറ്റുമതി നടന്നു. ഉണങ്ങിയ മത്സ്യോൽപ്പന്നങ്ങളുടെ കയറ്റുമതി 2,52,918 മെട്രിക് ടണ്ണാണ്. 243.27% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.